നമസ്കാരം. ഹൈക്കോടതി അഭിഭാഷകൻ പി.ജി. മനു തൂങ്ങി മരിച്ച സംഭവത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം പോലീസ് അംഗീകരിച്ചേക്കില്ല. പോസ്റ്റ്മോർട്ടത്തിൽ ആത്മഹത്യയാണെന്ന് സ്ഥിരീകരിച്ചെങ്കിലും മരണത്തിലേക്ക് നയിച്ച കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പി.ജി. മനുവിനെതിരായ ലൈംഗിക പീഡന ആരോപണവുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച വീഡിയോയും തുടർ സംഭവങ്ങളുമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് സംശയമുണ്ട്. വീഡിയോ കൊല്ലം വെസ്റ്റ് പോലീസ് വിശദമായി പരിശോധിക്കും. അന്വേഷണ സംഘം എറണാകുളത്തെത്തി ബന്ധുക്കളിൽ നിന്നും മൊഴിയെടുക്കും. കൂടാതെ പീഡന ആരോപണം ഉന്നയിച്ചവരുടെ മൊഴി രേഖപ്പെടുത്തും. ഇക്കഴിഞ്ഞ 13-ാം തീയതി രാവിലെയാണ് ആനന്ദവല്ലീശ്വരത്തെ വാടക വീട്ടിൽ പി.ജി. മനുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതിഭാഗം അഭിഭാഷകനായ മനു കോടതി നടപടികൾക്കായി കൊല്ലത്തെത്തിയതായിരുന്നു. പി.ജി. മനു യുവതിയുടെ കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നുവെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു. ഇതേ തുടർന്നുള്ള മനോവിഷമമാണോ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് സംശയം. അഡ്വക്കേറ്റ് ബി.എ. ആളൂരിന്റെ അഭിഭാഷക സംഘത്തിൽ പ്രവർത്തിച്ചു വരവെയാണ് പി.ജി. മനുവിന്റെ മരണം. നിയമസഹായം തേടിയെത്തിയ അതിജീവിതയെ പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതിയാണ് മുൻ ഗവൺമെന്റ് പ്ലീഡർ കൂടിയായ പി.ജി. മനു. കർശന വ്യവസ്ഥയോടെ ജാമ്യത്തിൽ തുടരവെയാണ് മറ്റൊരു യുവതിയുമായി ബന്ധപ്പെട്ട് പി.ജി. മനുവിനെതിരെ ലൈംഗിക പീഡന ആരോപണം ഉയർന്നത്. പി.ജി. മനു യുവതിയുടെ കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നുവെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിച്ചിരുന്നു. ഇതേ തുടർന്നുള്ള മനോവിഷമമാണോ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് സംശയം. വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ മനു കടുത്ത മനോവിഷമത്തിലായിരുന്നുവെന്ന് ആളൂർ വ്യക്തമാക്കി. ദൃശ്യം ചിത്രീകരിച്ചവർക്കും പ്രചരിപ്പിച്ചവർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആളൂർ ആവശ്യപ്പെട്ടു. അഭിഭാഷക വൃത്തിയിൽ തിളങ്ങി നിൽക്കവേ പെട്ടെന്നാണ് പി.ജി. മനു വിവാദങ്ങളിലും കേസുകളിലും അകപ്പെടുന്നത്. 1999-ൽ അഭിഭാഷകനായി എൻറോൾ ചെയ്ത മനു കോലഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിലാണ് ജൂനിയർ അഭിഭാഷകനായി പ്രാക്ടീസ് തുടങ്ങിയത്. കോലഞ്ചേരി കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് SFIയുടെ ജില്ലാ സമിതി അംഗമായിരുന്നു. പിന്നീട് DYFI കൂത്താട്ടുകുളം ബ്ലോക്ക് സെക്രട്ടറിയായി. CPM-മായി ബന്ധപ്പെട്ട ധാരാളം കേസുകൾ കൈകാര്യം ചെയ്തിരുന്നു. മനു പിന്നീട് പ്രാക്ടീസ് മൂവാറ്റുപുഴയിലേക്ക് മാറ്റി. ഇതിനിടയിലാണ് ജില്ലാ അഡീഷണൽ പ്രോസിക്യൂട്ടറായി നിയമിതനായത്. സർക്കാർ വാദിയായ കേസുകൾ മനു നന്നായി പഠിച്ചു വാദിച്ചു. 2ാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ ഹൈക്കോടതിയിൽ സർക്കാർ അഭിഭാഷകനായി. ശബരിമല തന്ത്രി കേസ് മനുവിനെ താരമാക്കി. അന്ന് സർക്കാർ അഭിഭാഷകനായിരുന്ന മനുവാണ് കേസിൽ വാദിയായ തന്ത്രിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത്. തന്ത്രി കേസിലെ വിജയം മനുവിന് നേട്ടമായി. പിന്നീട് മനു NIAയുടെ അഭിഭാഷകനായി. പാനായിക്കുളം സിമി കേസ്, നാറാത്ത് ആയുധ കേസ് എന്നിവയിലും ശ്രദ്ധിക്കപ്പെട്ടു. മൂവാറ്റുപുഴ കൈവെട്ട് കേസിന്റെ 2ാം ഘട്ട ട്രയലിലും മനു ഹാജരായി. 2022-ലാണ് മനുവിന്റെ പേരിൽ അതിജീവിതയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന കേസുണ്ടായത്. തുടർന്ന് സർക്കാർ അഭിഭാഷക സ്ഥാനം രാജിവെച്ചു. അതിജീവിതയുടെ കേസിൽ റിമാൻഡിലായ മനു ജാമ്യത്തിലിറങ്ങി പ്രാക്ടീസ് തുടരുകയായിരുന്നു. അതിനിടെ പുതിയ ചില വെളിപ്പെടുത്തലുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു. ഭർത്താവിനെ രക്ഷിക്കാനായി സമീപിച്ച വീട്ടമ്മയോട് മോശമായി പെരുമാറിയെന്നും അതിൽ മനുവും കുടുംബവും വീട്ടിലെത്തി മാപ്പ് പറയുന്നു എന്ന രീതിയിലുള്ള രംഗങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. കേസ് ഒഴിവാക്കാനായിരുന്നു മാപ്പ് പറച്ചിൽ എന്നായിരുന്നു പ്രചരണം. അതേസമയം മനുവിനെ ശ്രദ്ധേയനാക്കിയ തന്ത്രിക്കേസ് എന്താണെന്നും പരിശോധിക്കാം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പലർക്കും കാഴ്ചവെച്ച് പണം വാങ്ങിയ കേസിലെ 1-ാം പ്രതി ശോഭ ജോണിന് 8 വർഷം കഠിന തടവ് കോടതി വിധിച്ചിരുന്നു. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. വരാപ്പുഴയിലെ വാടക വീട് കേന്ദ്രീകരിച്ച് 2011 മാർച്ചിലാണ് ശോഭ ജോണിന്റെ നേതൃത്വത്തിൽ പെൺവാണിഭം നടത്തിയത്. കൊച്ചിയിലെ വിവിധ സ്ഥലങ്ങളിലും കാസർഗോഡ്, ബംഗളൂരു എന്നിവിടങ്ങളിലും പെൺകുട്ടിയെ പ്രതികൾ പലർക്കും കാഴ്ചവെച്ചുവെന്നാണ് കേസ്. കേസിലെ പ്രതി ശോഭ ജോൺ ശബരിമല തന്ത്രിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 7 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട വിവരം ചൂണ്ടിക്കാട്ടിയ പ്രോസിക്യൂഷൻ പ്രതിയുടെ ക്രിമിനൽ സ്വഭാവം കണക്കിലെടുത്ത് ശിക്ഷ വിധിച്ചു. ശബരിമല മുൻ തന്ത്രി കണ്ഠരര് മോഹനരെ 2006 ജൂലൈ 23-ന് ശോഭ ജോണിന്റെ എറണാകുളത്തെ ഫ്ളാറ്റിൽ വിളിച്ചു വരുത്തി സ്വർണവും പണവും രത്നവും മൊബൈൽ ഫോണും കവർന്നുവെന്നാണ് കേസ്. ആയുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി ഒരു സ്ത്രീക്കൊപ്പം തന്ത്രിയുടെ അപകീർത്തികരമായ ഫോട്ടോ എടുത്ത ശേഷം ചിത്രം പുറത്തുവിടാതിരിക്കാൻ 30 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നായിരുന്നു കുറ്റാരോപണം. 2015 ഏപ്രിൽ 28-ന് എറണാകുളം സെഷൻസ് കോടതിയാണ് ശോഭ ജോൺ അടക്കമുള്ള പ്രതികളെ ശിക്ഷിച്ചത്.